ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിയോഗങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ പുരസ്കാരങ്ങൾ, വേദികൾ, നിയമനങ്ങൾ ഇങ്ങനെ 3 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ക്ലാസ്സുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതായത് വിയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. 2023-24 കാലഘട്ടങ്ങളിൽ ചലച്ചിത്ര രംഗത്തും ശാസ്ത്ര രംഗത്തും കലാരംഗത്തും ഒക്കെ വളരെയധികം നല്ല സംഭാവനകൾ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൾക്കാരെക്കുറിച്ചും അവർക്ക് കിട്ടിയ അവാർഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ച ദിവസം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അന്തരിച്ച ദിവസം ആ എക്സാക്റ്റ് ഡേറ്റും കൂടെ ചേർത്താണ് ഞാൻ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ട് 2023 ജനുവരിയിൽ അന്തരിച്ച രവീന്ദ്ര സംഗീത ശൈലിയുടെ വക്താവും പ്രമുഖ ഗായികയുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സുമിത്ര സെൻ ആണ്. 2023 ജനുവരിയിലാണ് സുമിത്ര സെൻ അന്തരിക്കുന്നത്. അപ്പോൾ ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആളാണെന്നായിരിക്കും ചോദ്യം വരുന്നത്. അത് ആരാണ്? രവീന്ദ്ര സംഗീത ശൈലിയുടെ വക്താവായിരുന്നു, അതേപോലെ തന്നെ ഗായികയും കൂടിയാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ സുമിത്ര സെൻ എന്ന് പറയുന്നത്. ഇനി 2023 ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ പരിശീലകനും അതേപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ താരവുമായിരുന്ന വ്യക്തിയാണ് ജിയാൻ ലൂക്ക വിയാലി. ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണെങ്കിൽ അദ്ദേഹം ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഇറ്റാലിയൻ ഫുട്ബോൾ താരവും അതേപോലെ തന്നെ പരിശീലകനുമായ വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ജിയാൻ ലൂക്ക വിയാലി എന്ന വ്യക്തി. ഇനി 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച തുളസീദാസ് ബൽറാമും ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച തുളസീദാസ് ബൽറാമും ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി ജനുവരിയിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂസിലി റാൻഡൻ ആണ്. ഇവരുടെ പ്രായമാണ് 118 വയസ്സ്. 118 വയസ്സ് പ്രായമുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അന്തരിച്ചു. ലൂസിലി റാൻഡൻ എന്നാണ് പേര്. അപ്പം അടുത്തിടെ അന്തരിച്ച ഛത്തീസ്ഗഡിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് അരുൺ കുമാർ ശർമ്മ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് 2017 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 2017. അപ്പം അന്തരിച്ച ആൾക്കാരുമായി ബന്ധപ്പെട്ട വസ്തുതകളും ചോദിക്കാറുണ്ട്. ഇത് പത്മശ്രീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആയതുകൊണ്ട് ഈ അന്തരിച്ച ആൾക്കാർക്ക് പത്മശ്രീയോ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വർഷം കൂടി നോക്കി വെച്ചിരിക്കുക. അരുൺ കുമാർ ശർമ്മയ്ക്ക് 2017 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. ഇനി 2024 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ ചരിത്രകാരനും ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ വ്യക്തിയാണ് NK ജോസ് എന്ന് പറയുന്ന വ്യക്തി. NK ജോസ് ഇദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ദളിത് ബന്ധു എന്ന തൂലികാനാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പം ദളിത് ബന്ധു എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. അതാരാണ്? NK ജോസ് ആണ്. ഇനി ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രമുഖ ചരിത്രകാരനാണ്, അതേപോലെ തന്നെ ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. ആരെന്ന് പറയുന്നത്? NK ജോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ദളിത് ബന്ധു. ഇത് മോക്ക് ടെസ്റ്റിനകത്തൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ദളിത് ബന്ധു എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളത്. ഓക്കെ. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. 2019 കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്കെന്ന് പറയുന്നത്? നമ്മുടെ NK ജോസ് എന്ന് പറയുന്ന വ്യക്തിക്ക്. എന്തിനാണ് ആ പുരസ്കാരം കൊടുത്തത്? സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോൾ 2019 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്താണ് 2023 അന്തരിച്ച കർണാടക സംഗീതജ്ഞയും നടിയും ആയിരുന്ന വ്യക്തിയാണ് R സുബ്ബലക്ഷ്മി. നമുക്ക് വളരെ പരിചയമുള്ള ആളാണ്. എന്നാൽ പുള്ളിക്കാരിയെക്കുറിച്ച് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, തെന്നിന്ത്യയിൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യ വനിതാ കമ്പോസർ ആയിരുന്നത് സുബ്ബലക്ഷ്മിയാണ്.
തെന്നിന്ത്യയിലെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യത്തെ വനിതാ കമ്പോസർ ആയിരുന്ന വ്യക്തിയാണ് സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത്. ഇനി 2023 ഡിസംബറിൽ അന്തരിച്ച ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം സ്ഥാപകനും തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായിരുന്ന തമിഴ് നടൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിജയകാന്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഈ പാർട്ടിയുടെ സ്ഥാപകനും അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു ഈ പറയുന്ന വിജയകാന്ത് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് വിജയരാജ് അഴഗർ സ്വാമി നായിഡു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് വിജയരാജ് അഴഗർ സ്വാമി നായിഡു എന്ന് പറയുന്നത്. അപ്പോൾ സുബ്ബലക്ഷ്മിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരാണ് തെന്നിന്ത്യയിലെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യ വനിതാ കമ്പോസർ ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനായിരുന്നു വിജയകാന്ത്. ഇദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. ഇനി പ്രശസ്ത ഒരു ഗായികയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2023 ഫെബ്രുവരി 4 അന്തരിച്ച വാണി ജയറാമിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കലൈവാണി എന്നാണ് അവരുടെ യഥാർത്ഥ നാമം. അപ്പം കറക്റ്റ് ഡേറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 2023 ഫെബ്രുവരി 4 നമ്മുടെ വാണി ജയറാം അന്തരിച്ചത്. ഇതിങ്ങനെ തന്നെ കൊടുക്കാൻ കാര്യം ലതാ മങ്കേഷ്കർ അന്തരിച്ച സമയത്ത് ആ ഡേറ്റ് അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫെബ്രുവരി 4 2023 വാണി ജയറാം അന്തരിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി വാണി ജയറാമിൻ്റെ ആദ്യ മലയാള ഗാനം എന്ന് പറയുന്നത് സ്വപ്നം എന്ന ചിത്രത്തിലെ സൗരയൂഥത്തിൽ വിടർന്നൊരു എന്ന ഗാനമാണ് വാണി ജയറാം മലയാളത്തിൽ ആദ്യമായിട്ട് ആലപിച്ച ഗാനം. സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സ്വപ്നം എന്ന ചിത്രമാണ്. 3 തവണ മികച്ച പിന്നണി ഗായികയ്ക്ക് ദേശീയ ബഹുമതി വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. 3 തവണ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ചോദിച്ചാൽ 75 ലഭിച്ചിട്ടുണ്ട്, 80 ലഭിച്ചിട്ടുണ്ട്, 91 ലഭിച്ചിട്ടുണ്ട്. 75 അപൂർവ രാഗങ്ങൾക്കും 1980 ശംഖരാഭരണത്തിനും 1991 സ്വാതി കിരണം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കുമാണ് 3 തവണ ദേശീയ ബഹുമതി വാണി ജയറാമിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വാണി ജയറാമിൻ്റെ യഥാർത്ഥ നാമമാണ് കലൈവാണി. വാണി ജയറാം അന്തരിച്ച ദിവസം 2023 ഫെബ്രുവരി 4 ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു പ്രശസ്തനായ വ്യക്തിയാണ് മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി അന്തരിച്ച ദിവസമാണ് 2023 ജൂലൈ 18. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. 1943 കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഇദ്ദേഹം ജനിച്ചത്. നിയമസഭാ സാമാജികനായി ഉമ്മൻചാണ്ടി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1970 അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പുതുപ്പള്ളി. 1970 പുതുപ്പള്ളിയിൽ നിന്നാണ് ആദ്യമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1977 കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. 1977 കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ തൊഴിൽ വകുപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2023 ജൂലൈ 18. ഡേറ്റ് കറക്റ്റ് വിത്ത് ഡേ ഓർത്തിരിക്കുക. ഇനി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഇമ്പോർട്ടൻ്റ് ആണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചാൽ അത് കാലം സാക്ഷി എന്താണ്. ഇനി ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്ന ജീവചരിത്രം രചിച്ചത് PT ചാക്കോയാണ്. PT ചാക്കോയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായ ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്ന കൃതി രചിച്ചത്. ഇനി കുഞ്ഞുഞ്ഞു കഥകൾ രചിച്ചതും PT ചാക്കോ തന്നെയാണ്. കുഞ്ഞുഞ്ഞു കഥകൾ നമ്മൾ കുറച്ച് കേട്ടിട്ടുള്ള ബുക്കാണ്. കുഞ്ഞുഞ്ഞു കഥകൾ രചിച്ചതും PT ചാക്കോയാണ്. ഇനി ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക കേരള മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് 2023 ജൂലൈ 18. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അടുത്തത് 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ക്ലോണിങ്ങിൻ്റെ പിതാവ്. നമ്മളിത് ഓൾറെഡി PSC പരീക്ഷകൾ GKയിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട് ആണെന്നുള്ളത്. ഇദ്ദേഹം 2023 സെപ്റ്റംബറിൽ അന്തരിച്ചു. അപ്പോൾ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇയാൻ വിൽമുട്ട് ആണ്. ഇനി അടുത്തിടെ അന്തരിച്ച ഡെന്നിസ് ഓസ്റ്റിൻ എന്തിൻ്റെ സ്ഥാപകനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ആരെന്ന് പറയുന്നത്? ഡെന്നിസ് ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെന്നിസ് ഓസ്റ്റിൻ എന്തിൻ്റെ സ്ഥാപകനാണെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ സ്ഥാപകനാണ്? പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു.
ഇനി 2023 ഒക്ടോബറിൽ അന്തരിച്ച 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ 1-ാം റാങ്ക് നേടി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയായിരുന്നു കാർത്യായനി അമ്മ. അതായത് സാക്ഷരതാ പരീക്ഷ നടത്തിയതിൽ 1-ാം റാങ്ക് നേടിയത് 96-ാം വയസ്സിൽ ആരാണ്? കാർത്യായനി അമ്മയാണ്. കാർത്യായനി അമ്മ 2023 ഒക്ടോബറിൽ അന്തരിച്ചു. അപ്പോൾ ഈ പേര് ഓർത്തിരിക്കുക, ആരാണ്? കാർത്യായനി അമ്മ. ഇനി 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ബിഷൻ സിംഗ് ബേദി എന്ന വ്യക്തി. അപ്പം 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി കായിക മേഖലയിലെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന താരമാണ് ആര്? ബിഷൻ സിംഗ് ബേദി എന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു മലയാളിയാണ് ഇന്നസെൻ്റ്. ഇന്നസെൻ്റ് അന്തരിച്ച ദിവസമാണ് 26 മാർച്ച് 2023. 26 മാർച്ച് 2023 ഈ ഡേയോടുകൂടി പഠിച്ചേക്കുക. 26 മാർച്ച് 2023 ഇന്നസെൻ്റ് അന്തരിച്ചത്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം രചിച്ചത് ഇന്നസെൻ്റ് ആണ്. ക്യാൻസർ വാർഡിലെ ചിരി വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ ഡൗട്ട് വരത്തില്ല. ഇനി ഇന്നസെന്റിന്റെ ആദ്യ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1972 നൃത്തശാല എന്ന ചിത്രമാണ്. നൃത്തശാല എന്ന ചിത്രമാണ്. അത് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നസെന്റിന്റെ ആദ്യത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നൃത്തശാലയാണ്. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി 1989 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്നസെന്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത് 1989 ഓർത്തിരിക്കുക. മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി 2020 കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യ പുരസ്കാരം നേടിയ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതി രചിച്ച വ്യക്തിയും ഇന്നസെന്റ് തന്നെയാണ്. അപ്പോൾ 2020 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. ഇനി ഇദ്ദേഹം 2014 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചതെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടിയാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് നമ്മുടെ ഇന്നസെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2014 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നസെന്റ് മരിച്ച ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 26 മാർച്ച് 2023. ക്യാൻസർ വാർഡിലെ ചിരി എന്ന കൃതി രചിച്ചത് ഇന്നസെന്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് നൃത്തശാല. 1972 പുറത്തിറങ്ങി. 1989 മഴവിൽ കാവടി എന്ന സിനിമയിലെ അഭിനയത്തിന് ഇദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ലഭിച്ചു. അതേപോലെ തന്നെ 2020 കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന പുസ്തകത്തിന് ലഭിച്ചു. ഇനി 2014 ഇദ്ദേഹം നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അടുത്തതും ഒരു സിനിമാ നടൻ തന്നെയാണ്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് കാര്യം ഇന്നസെന്റ് മരിച്ച് കറക്റ്റ് 1 മാസം തികഞ്ഞപ്പോഴാണ് ആര് മരിച്ചത്? മാമുക്കോയ മരിച്ചത്. ഇന്നസെന്റ് മാർച്ചിലാണ് മരിച്ചത്, 26 മാർച്ച് 2023. മാമുക്കോയ അന്തരിച്ചത് 26 ഏപ്രിൽ 2023. ഇനി മലയാള ചലച്ചിത്ര താരം മാമുക്കോയുടെ ആദ്യ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അന്യരുടെ ഭൂമി എന്ന ചിത്രമാണ്. അന്യരുടെ ഭൂമി ഇത് പുറത്തിറങ്ങിയത് 1979. അപ്പോൾ അന്യരുടെ ഭൂമി എന്നതാണ് മാമുക്കോയുടെ ആദ്യ ചിത്രം. ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിയോഗമാണ്. ഇദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രമാണ് നിയോഗം എന്ന ചിത്രം. അപ്പോൾ മാമുക്കോയ അന്തരിച്ചത് ഇന്നസെന്റ് അന്തരിച്ചതിന് ശേഷം കറക്റ്റ് 1 മാസം തികഞ്ഞ ഡേറ്റിലാണ് മാമുക്കോയ അന്തരിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി ശാസ്ത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ഡോക്ടർ MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് അന്തരിച്ച ദിവസവും ഡേറ്റോട് കൂടി തന്നെ പഠിക്കുക. 2023 സെപ്റ്റംബർ 28 ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഇനി മെക്സിക്കൻ കുള്ളനിലത്തിൽ നിന്നും അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണെന്ന് ചോദിച്ചാൽ
ഷർബതി സൊനോറയാണ്. ഷർബതി സൊനോറ എന്ന ഗോതമ്പിനമാണ് അദ്ദേഹം മെക്സിക്കൻ കുള്ളനിനത്തിൽ നിന്നും വികസിപ്പിച്ച ഗോതമ്പിൻ ഇനമാണ് ഷർബതി സൊനോറ എന്ന് പറയുന്നത്. ഇനി നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇദ്ദേഹമാണ്. നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ട തമിഴ്നാട്ടിലെ കോളേജാണ് തഞ്ചാവൂർ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഓൾറെഡി നമ്മൾ മോക്ക് ടെസ്റ്റുകളിലൊക്കെ കുറെ കണ്ട ഒരു ചോദ്യമാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ട കോളേജ് ഏതാണെന്ന്, അത് തഞ്ചാവൂരാണ്. തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്തായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പം നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പം MS സ്വാമിനാഥൻ അന്തരിച്ച ദിവസം 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനമാണ് ഷർബതി സൊനോറ എന്ന് പറയുന്നത്. നിത്യഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് റീനെയിം ചെയ്ത കോളേജാണ് തഞ്ചാവൂരിലെ നമ്മുടെ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. തഞ്ചാവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കഥാപാത്രമാണ്. അതായത് MD വാസുദേവൻ നായരുടെ നോവലിലെ കഥാപാത്രമായിരുന്ന കൂടല്ലൂർ പുളിക്കൽ യൂസഫ് ഹാജി അന്തരിച്ചു. കൂടല്ലൂർ പുളിക്കൽ യൂസഫ് ഹാജി അന്തരിച്ചു. ഇദ്ദേഹം MD വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ നാലുകെട്ടിലെ കഥാപാത്രമായിരുന്നു. അപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. MD വാസുദേവൻ നായരുടെ ഏത് നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു 2023 നവംബറിൽ അന്തരിച്ച കൂടല്ലൂർ പുളിക്കൽ യൂസഫ് ഹാജി എന്ന് ചോദിച്ചാൽ അത് നാലുകെട്ട് എന്ന കൃതിയിലെയാണ്. നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? യൂസഫ് ഹാജി എന്ന് പറയുന്നത്. ഇദ്ദേഹം അന്തരിച്ചു. ഇനി 2023 നവംബർ 21 അന്തരിച്ച പ്രസിദ്ധ മലയാള സാഹിത്യകാരിയാണ് P. വത്സല. 2023 നവംബർ 21 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 2023 നവംബർ 21 അന്തരിച്ച സാഹിത്യകാരി ആരാണെന്ന് ചോദിച്ചാൽ P. വത്സലയാണ്. അപ്പോൾ P. വത്സല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഇനി വയനാടിൻ്റെ കഥാകാരി, തിരുനെല്ലിയുടെ കഥാകാരി എന്നിങ്ങനെ അറിയപ്പെടുന്ന സാഹിത്യകാരി കൂടിയാണ് ആര്? P. വത്സല എന്ന് പറയുന്നത്. അപ്പോൾ P. വത്സലയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി P. വത്സലയുടെ ആദ്യത്തെ നോവലാണ് തകർച്ച. തകർച്ചയാണ് P. വത്സലയുടെ ആദ്യത്തെ നോവൽ. അപ്പം നോവൽ എഴുതിയപ്പോൾ ആദ്യമേ തകർച്ചയോട് കൂടിയാണ് എഴുതിയതെന്ന് ഓർത്തിരിക്കുക. P. വത്സലയുടെ ആദ്യത്തെ നോവലാണ് തകർച്ച. ഇനി P. വത്സലയ്ക്ക് 1975 സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ. അപ്പോൾ P. വത്സലയ്ക്ക് ഏത് വർഷം? 1975 സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് ചോദ്യം വന്നാൽ അതിനുത്തരം നിഴലുറങ്ങുന്ന വഴികളാണെന്ന് ഓർത്തിരിക്കുക. ഇനി P. വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2021 2021. അപ്പം നമ്മുടെ കേരള സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമാണ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. P. വത്സലയ്ക്ക് ഇത് ലഭിച്ചത് എന്നാണ്? 2021. അധിക ദൂരം അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിരുന്നു ആര്? P. വത്സല എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. ഇതൊക്കെ കൃതികൾ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തകർച്ച നമ്മൾ ഓൾറെഡി പറഞ്ഞു, P. വത്സലയുടെ ആദ്യത്തെ നോവലായിരുന്നു. ഇനി മൈഥിലിയുടെ മകൾ, അതേപോലെ തന്നെ വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ നമുക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തതാണ്. പോക്കുവെയിൽ പൊൻവെയിൽ എന്നിവയും എന്താണ്? P. വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പം തകർച്ച, മൈഥിലിയുടെ മകൾ, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ പൊൻവെയിൽ ഇത്രയും P. വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ P. വത്സല രചിച്ച നോവലാണ് ഏതെന്ന് പറയുന്നത്? വിലാപം എന്ന് പറയുന്നത്. അപ്പോൾ വിലാപം എന്ന കൃതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ് ഏതെന്ന് പറയുന്നത്? വിലാപം എന്ന് പറയുന്നത്.
ഇനി ആദ്യ നോവൽ തകർച്ച 1969 നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും സംഘർഷങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് തകർച്ച എന്ന് പറയുന്നത്. ജസ്റ്റ് ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിക്കുമെങ്കിലോ എന്ന് വെച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. ആദ്യത്തെ നോവൽ തകർച്ചയാണെന്ന് നമ്മൾ പറഞ്ഞു, 1969 രചിച്ചത്. അപ്പം ഈ ഒരു കൃതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും സംഘർഷങ്ങളുമാണ് ഈ ഒരു കൃതിക്ക് പ്രമേയമായിട്ടുള്ളത്. ഇനി അവാർഡ്സിനകത്ത് പ്രധാനം നമ്മൾ പറഞ്ഞു 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1975 നിഴലുറങ്ങുന്ന വഴികൾക്ക് ലഭിച്ചു. ഇനി 2007 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏത് വർഷം? 2007 ലഭിച്ചു. ഇനി 2019 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം നേടിയ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? പി വത്സല. ഇത് 2019 എന്ത് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് 2019. ഇനി പി വത്സലയുടെ പ്രധാനപ്പെട്ട നോവൽ ത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 നോവലുകളുണ്ട്. അതിലൊന്നാണ് നെല്ല്, 2 ആഗ്നേയം, 3 കൂമൻ കൊല്ലി. നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. അപ്പോൾ ഈ നെല്ല് 1972 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലിയിലെ കാടുകളിലും മലഞ്ചെരിവുകളിലും താമസിക്കുന്ന അടിയാന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത്? നെല്ലെന്ന് പറയുന്നത്. ഇനി ആഗ്നേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്സലൈറ്റ് വർഗീസിന്റെ ജീവിതം പ്രചോദനമാക്കി എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്? ആഗ്നേയം. ആരാണ്? നക്സലൈറ്റ് വർഗീസിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രമേയമാക്കിക്കൊണ്ട് എഴുതിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ആഗ്നേയം എന്ന് പറയുന്നത്. ഇനി കൂമൻ കൊല്ലി പ്രകൃതിയും മനുഷ്യനും നേരിടുന്ന ചൂഷണം വിഷയമാക്കിയ നോവലാണ് ഏതെന്ന് പറയുന്നത്? കൂമൻ കൊല്ലി എന്ന് പറയുന്നത്. അപ്പോൾ പി വത്സലയുടെ നോവൽ ത്രയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെല്ലുണ്ട്, ആഗ്നേയമുണ്ട്, അതേപോലെ തന്നെ കൂമൻ കൊല്ലിയും ഉണ്ട്. ഇനി തിരുനെല്ലിയിലെ കാടുകളിലും മലഞ്ചെരിവുകളിലും കഴിയുന്ന അടിയാന്മാരെ കുറിച്ച് പറഞ്ഞ കഥയാണ് ഏതെന്ന് പറയുന്നത്? നെല്ലെന്ന് പറയുന്നത്. ആഗ്നേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്സലൈറ്റ് വർഗീസിന്റെ ജീവിതം പ്രമേയമാക്കിയ കൃതിയാണ് ആഗ്നേയം എന്ന് പറയുന്നത്. കൂമൻ കൊല്ലി പ്രകൃതിയും മനുഷ്യനും നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത്? കൂമൻ കൊല്ലി എന്ന് പറയുന്ന നോവല്. ഇനി നമുക്ക് പി വത്സലയുടെ കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നെല്ലിനകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാഘവൻ നായർ എന്നത് നെല്ല് എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ആഗ്നേയം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ നക്സൽ നേതാവായ വർഗീസിന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള കൃതിയാണ് ഇത് ആഗ്നേയം എന്ന് പറയുന്നത്. അപ്പോൾ നക്സൽ നേതാവ് വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രവും അതേപോലെ തന്നെ നങ്ങേമ എന്ന കഥാപാത്രവും ആഗ്നേയം എന്ന കൃതിക്കകത്തിലെ കഥാപാത്രങ്ങളാണ്. ഇനി നിഴലുറങ്ങുന്ന വഴികളിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? മാധവി എന്ന് പറയുന്നത്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് മാധവി എന്ന് പറയുന്നത്. ഇനി പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ട്. ഇതാണ് 1974 പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രം. അപ്പം ആ ഒരു നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ ചലച്ചിത്രത്തിൻ്റെ പേര് നെല്ല് തന്നെയാണ്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമു കാര്യാട്ടിനോടൊപ്പം ഈ ചിത്രയുടെ തിരക്കഥ രചിച്ചത് KG ജോർജ് ആണ് രാമു കാര്യാട്ടിനോടൊപ്പം ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത്. അപ്പോൾ രാമു കാര്യാട്ടും KG ജോർജും ചേർന്ന് തിരക്കഥ രചിച്ച അതായത് പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് 1974 നെല്ല് എന്ന സിനിമ. ഇനി പി വത്സല അന്തരിച്ച് 2 ദിവസം, അതായത് നവംബർ 21 പി വത്സല അന്തരിക്കുന്നത്. 2023 നവംബർ 23 അന്തരിച്ച പ്രശസ്തയായ ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ച ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 23 നവംബർ 2023. അപ്പോൾ പി വത്സല അന്തരിച്ച് ഒരു ദിവസത്തിന് ശേഷം അല്ലെ 2ാമത്തെ ദിവസമാണ് ആരന്തരിച്ചതെന്ന് ഓർത്തിരിക്കുക? ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചതെന്ന് ഓർത്തിരിക്കുക. 2023 നവംബർ 23 അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബീവി. അപ്പോൾ ട്രാവൻകൂറിൽ തന്നെ
ആദ്യമായിട്ട് നിയമബിരുദം നേടിയ മുസ്ലിം വനിത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഇനി BL പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെ പെൺകുട്ടി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി തന്നെയാണ്. ലോ കോളേജ് റെക്കോർഡ് പ്രകാരം എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടിയ വ്യക്തി കൂടിയാണ് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പോയിന്റാണ്. തിരുവിതാംകൂറിൽ തന്നെ നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാതെ ഫാത്തിമ ബീവിയുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്, നമ്മൾ ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ BL പരീക്ഷയിൽ 1ാം റാങ്ക് നേടി, അതേപോലെ തന്നെ ലോ കോളേജിലെ റെക്കോർഡ് മാർക്കായ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് നേടിയ സ്റ്റുഡൻറ്റ് കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇനി തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷകയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം വനിതാ അഭിഭാഷകയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിൽ ആദ്യമായി PSC നടത്തിയ മുൻസിഫ് പരീക്ഷയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കൂടിയാണ് ആര്? നമ്മുടെ ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ വനിതാ അംഗമാണ്. അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി കൂടിയായിരുന്നു ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആവുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവി വഹിച്ച മിക്ക പദവികളിലും ആദ്യത്തെ വനിത അല്ലെങ്കിൽ ആദ്യത്തെ മുസ്ലിം വനിത എന്നുള്ള ഒരു റെക്കോർഡ് ഫാത്തിമ ബീവിക്കുള്ളതാണ്. അപ്പം തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷകയാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ ആദ്യ വനിതാ അംഗമാണ്. ഇനി കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി കൂടിയായിരുന്നു ആര്? ഫാത്തിമ ബീവി. അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഡേറ്റ് ആണ് 1983 ഓഗസ്റ്റ് 4. 1983 ഓഗസ്റ്റ് 4 നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായിട്ട് നമ്മുടെ ഫാത്തിമ ബീവി നിയമിതയായി. ഇനി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിട്ട് 1989 ഒക്ടോബർ 6 ഫാത്തിമ ബീവി നിയമിതയായി. അപ്പം സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിമാരാണ്? ഫാത്തിമ ബീവിയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഈ പദവിയിൽ എത്തുന്ന ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. അതേപോലെ തന്നെ കേരളത്തിലെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ്. ഇനിയും പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കൂടിയായിരുന്നു. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഫാത്തിമ ബീവി. ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിതയാണ്. ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവിയാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഏത് വേണേലും ചോദ്യമായിട്ട് ചോദിക്കാം. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പോയിന്റാണ് ഈ പറയുന്ന പോലത്തെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാത്തിമ ബീവി ആണെന്നുള്ളത്. ഈ വരുന്ന ബാക്കി എല്ലാ പോയിന്റ്സും, ഈ 2 പോയിന്റ്സ് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ പോയിന്റ്സും ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല പോയിന്റ്സ് ആണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യം നിയമബിരുദം നേടിയ മുസ്ലിം വനിത ആരാണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവിയാണ്. അതുപോലെ തന്നെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷകയാണ്. കേരളത്തിൽ ആദ്യമായി PSC നടത്തിയ മുൻസിഫ് പരീക്ഷയിൽ 1ാം റാങ്ക് ഹോൾഡറാണ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ ആദ്യ വനിതാ അംഗം കൂടിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജും സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ വന്നപ്പോൾ അതിലെ അംഗം കൂടിയായിരുന്നു ആര്? ഫാത്തിമ ബീവി. ഇനി ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത ഫാത്തിമ ബീവിയാണ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണറും ആരായിരുന്നു? ഫാത്തിമ ബീവി ആയിരുന്നു. ഇനി സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യ വനിതയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാകുന്ന ആദ്യ വനിതയാണ്. കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇനി KT അഷ്റഫ് രചിച്ച ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം. നീതിയുടെ ധീരസഞ്ചാരം എന്നുള്ളത് KT അഷ്റഫ് രചിച്ച ഫാത്തിമ ബീവിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇനി പ്രിയ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത. നീതിപാതയിലെ ധീരവനിത. ഈ പേര് തമ്മിൽ കേൾക്കുമ്പോൾ നീതിയും ധീരവും ഒക്കെ വരുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് വനിത എന്ന് അവസാനിക്കുന്ന ഈ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാരാണ്? ഒരു വനിതയാണ്. പ്രിയ രവീന്ദ്രൻ എന്ന വനിതയാണ് നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളത്?
ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് പ്രിയ രവീന്ദ്രനാണ്. KT അഷ്റഫ് രചിച്ച ഫാത്തിമ ബീവിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം. ഓർത്തിരിക്കുക. ഇനി അപ്പോൾ അത്രയാണ് നമ്മുടെ ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിന്റ്സും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിയോഗമായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗോത്രഭാര്യ എന്ന ആരോപണം നേരിടേണ്ടി വന്ന സാന്താൾ ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീ 2023 നവംബറിൽ അന്തരിച്ചു. ഇവരുടെ പേരാണ് ബുധിനി മാതംഗതിയാൻ. ബുധിനി നമുക്കറിയാം. സാറ ജോസഫിൻ്റെ ബുധിനി എന്ന പുസ്തകത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബുധിനി മാതംഗതിയാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗോത്രഭാര്യ എന്ന ആരോപണം നേരിട്ട സാന്താൾ ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീയാണ് ആരെന്ന് പറയുന്നത് ബുധിനി എന്ന് പറയുന്നത്. അപ്പോൾ സാറ ജോസഫിൻ്റെ ബുധിനി എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ആരെ? ബുധിനി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പരിചിതയായ വ്യക്തി കൂടിയാണ്. പേരോർത്തിരിക്കുക, ബുധിനി. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് പ്രശസ്തമായ ഒരു മാപ്പിളപ്പാട്ട് കലാകാരിയാണ് വിളയിൽ ഫസീല. അന്തരിച്ചു 2023 ഓഗസ്റ്റിൽ. അപ്പോൾ 2023 ഓഗസ്റ്റിൽ അന്തരിച്ച വിളയിൽ ഫസീല ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് ഗായികയായിരുന്നു ആര്? വിളയിൽ ഫസീല എന്നോർത്തിരിക്കുക. ഇനി 2023 ഡിസംബറിൽ മരണപ്പെട്ട M കുഞ്ഞാമൻ ഏതു മേഖലയിൽ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിദഗ്ധനായിരുന്നു, അതേപോലെ തന്നെ ദളിത് ചിന്തകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പോയിന്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ കൊള്ളാവുന്ന ഒരു പോയിന്റാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എതിര് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം MA സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്ക് നേടിയ ദളിത് വിഭാഗക്കാരനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? M കുഞ്ഞാമനാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായിരുന്നു, അതേപോലെ തന്നെ ദളിത് ചിന്തകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിര്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് എതിര്. ഇനി 2023 ഏപ്രിലിൽ അന്തരിച്ച ജെമിനി ശങ്കരൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ജെമിനി സർക്കസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജെമിനി ശങ്കരൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കസിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? ജെമിനി ശങ്കരൻ എന്ന് ഓർത്തിരിക്കുക. 2023 ജൂലൈയിൽ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ KM വാസുദേവൻ നമ്പൂതിരിയാണ്. KM വാസുദേവൻ നമ്പൂതിരി. അപ്പോൾ ചിലപ്പം ക്വസ്റ്റിനകത്ത് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നായിരിക്കില്ല തരുന്നത്. KM വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രശസ്തനായ ചിത്രകാരനും അതേപോലെ തന്നെ ശില്പിയുമാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്നത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. ഇദ്ദേഹം പ്രശസ്തനായ ചിത്രകാരനും അതേപോലെ തന്നെ ശില്പിയുമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് രേഖകൾ എന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ്. ആത്മകഥകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എതിര് എന്ന് പറയുന്നത് കുഞ്ഞാമൻ്റെ ആത്മകഥയാണ്, രേഖകൾ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ്. ഇനി അടുത്തിടെ അന്തരിച്ച ആദ്യ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്ന വ്യക്തിയാണ് MR ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേരളത്തിന് സന്തോഷ് ട്രോഫി പുരസ്കാരം ലഭിക്കുമ്പോൾ ആ ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? MR ജോസഫ് എന്ന് പറയുന്നത്. ഇനി 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള സർക്കാരിൻ്റെ പ്രഥമ ഗുരു ഗോപിനാഥ് പുരസ്കാരം നേടിയ മോഹിനിയാട്ട നർത്തകിയാണ് കനക് റെലെ എന്ന വ്യക്തി അന്തരിച്ചു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, പ്രഥമ ഗുരു ഗോപിനാഥ് പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കനക് റെലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മോഹിനിയാട്ട നർത്തകിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ അവാർഡാണ് പ്രഥമ ഗുരു ഗോപിനാഥ് അവാർഡ് ആയതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവാർഡ് കിട്ടിയതും കനക് റെലേക്കാണ്. അതേപോലെ തന്നെ ഇവരെ മോഹിനിയാട്ട നർത്തകിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 ഡിസംബറിൽ ഡിസംബറിൽ നൊബേൽ സമ്മാന ജേതാവും അതുപോലെ തന്നെ മുൻ അമേരിക്കൻ വിദേശ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് ഹെൻറി കിസിഞ്ചർ എന്ന വ്യക്തി.
അപ്പോൾ 2023 ഡിസംബറിൽ മരണപ്പെട്ട നൊബേൽ സമ്മാന ജേതാവാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം അമേരിക്കയുടെ വിദേശ സെക്രട്ടറിയുമായിരുന്നു. ആര്? ഹെൻറി കിസ്സിഞ്ചർ എന്ന വ്യക്തി. അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി, അതേപോലെ തന്നെ നയതന്ത്രജ്ഞരിലെ നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹെൻറി കിസ്സിഞ്ചർ എന്ന വ്യക്തി. അപ്പം അമേരിക്കയിലെ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പിയാണ്. അതേപോലെ തന്നെ നയതന്ത്രജ്ഞരിലെ നായകൻ എന്നറിയപ്പെടുന്ന നയതന്ത്രജ്ഞ മേഖലയിൽ അഗ്രഗണ്യനായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറയുന്നത്. ഇദ്ദേഹം 2023 ഡിസംബറിൽ അന്തരിച്ചു. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ ഡോക്ടറും അതേപോലെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഫാദർ, അതായത് ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടെഹംഡൻ ഇ ഉദ്വാഡിയ. അപ്പം 2023 ജനുവരിയിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ കൂടിയാണ് ആരെന്ന് പറയുന്നത്? ടെഹംഡൻ ഇ ഉദ്വാഡിയ എന്ന വ്യക്തി. ഓക്കെ, ഇനി 2023 ജൂലൈയിൽ അന്തരിച്ച അധികാരത്തിനെതിരായ മനുഷ്യന്റെ സമരം മറവിക്കെതിരായ ഓർമ്മയുടെ സമരമാണ് എന്ന പ്രശസ്തമായ കോട്ടിന്റെ ഉപജ്ഞാതാവായ വ്യക്തിയാണ് മിലൻ കുന്ദേര എന്ന വ്യക്തി. അപ്പം ഇദ്ദേഹം 2023 ജൂലൈയിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന് പ്രശസ്തമായ കോട്ടാണ് അധികാരത്തിനെതിരായ മനുഷ്യന്റെ സമരം എന്ന് പറയുന്നത് മറവിക്കെതിരായ ഓർമ്മയുടെ സമരമാണ് എന്ന വിഖ്യാത വരികളുടെ രചയിതാവ് ആരാണ്? ചെക്കോസ്ലോവാക്യ അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യകാരൻ കൂടിയ ചെക്കോസ്ലോവാക്യൻ ഫ്രഞ്ച് സാഹിത്യകാരനായ ആര്? മിലൻ കുന്ദേര എന്ന വ്യക്തി. ഇനി ഇദ്ദേഹത്തിന് പ്രശസ്തമായ കൃതികളാണ് ഏതൊക്കെ? അൺബിയറബിൾ ലൈറ്റ്നസ് ഓഫ് ലൈഫ്, ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫോർഗെറ്റിംഗ്, ദ ജോക്കർ, ലൈഫ് ഈസ് എൽസ്വെയർ, ഇമ്മോർട്ടാലിറ്റി. ഇത്രയും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഈ കൃതികളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മിലൻ കുന്ദേരയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ്, അതേപോലെ തന്നെ ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫോർഗെറ്റിംഗ്, ദ ജോക്ക്, ലൈഫ് ഈസ് എൽസ്വെയർ, അതേപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി. ഇത്രയും ആരുടെ കൃതിയാണ്? മിലൻ കുന്ദേരയുടെ കൃതിയാണെന്ന് ഓർത്തിരിക്കുക. ഈ കോട്ടും ഓർത്തിരിക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ആരുടെയാണ്? മിലൻ കുന്ദേര എന്ന നമ്മുടെ ചെക്കോസ്ലോവാക്യൻ ഫ്രഞ്ച് സാഹിത്യകാരൻ്റെ ആണ്. ഇനി അടുത്തതാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച തെലങ്കാനയിലെ കവിയും വിപ്ലവ ഗായകനുമായ വ്യക്തിയാണ് ഗദ്ദർ എന്ന വ്യക്തി. ഇദ്ദേഹമാണ് ഗദ്ദർ. അപ്പം തെലങ്കാനയിലെ കവിയും വിപ്ലവ ഗായകനുമായ വ്യക്തിയായിരുന്നു ഗദ്ദർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗുമ്മടി വിതൽ റാവു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം, ഗുമ്മടി വിതൽ റാവു. ഇനി ഇദ്ദേഹം ഒരു സംഘടന രൂപവൽക്കരിച്ചു. ഇതാണ് ജനനാട്യ മണ്ഡലി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗദ്ദർ അല്ലെങ്കിൽ ഗുമ്മടി വിതൽ റാവു. രണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തോളുക. അപ്പം ജനനാട്യ മണ്ഡലി എന്ന സംഘടന രൂപവൽക്കരിച്ചത് ആരാണ്? അത് ഗദ്ദർ അല്ലെങ്കിൽ ഗുമ്മടി വിതൽ റാവു ആണ്. ഇനി 2023 ഓഗസ്റ്റിൽ മരണപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഡോക്ടർ C.R. റാവു ആണ്. 2023 ഓഗസ്റ്റിൽ ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹം ഒരു ഇൻഡോ അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനാണ് C.R. റാവു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ C.R. റാവുവിനാണ്. ഏത് വർഷത്തെ? 2023 റീസെൻ്റ് ആയിട്ട് തന്നെ നടന്നതാണ്. അപ്പം 2023 ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ച വ്യക്തിയാണ് C.R. റാവു. ഇദ്ദേഹം അന്തരിച്ചു. ഈ ഒരു പുരസ്കാരം അറിയപ്പെടുന്നതാണ് ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പുരസ്കാരം 2023 ലഭിച്ച വ്യക്തിയാണ് അന്തരിച്ച C.R. റാവു എന്ന വ്യക്തി. ഇനി 2023 അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഹബീബാണ്. 2023 അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇങ്ങനൊരു വിശേഷണം ഉള്ളതുകൊണ്ട് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഹബീബാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 മരണപ്പെട്ട ജയന്ത മഹാപത്ര ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സാഹിത്യമാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. പേരാണ് ജയന്ത മഹാപത്ര.
ഇനി 2024 അന്തരിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ നോവലായ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരിയാണ് തക്കാക്കോ മുലൂർ എന്ന് പറയുന്നത്. തക്കാക്കോ മുലൂർ എന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവല് ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പം ഈ തക്കാക്കോ മുലൂറിൻ്റെ ഹസ്ബൻഡ് ഒരു മലയാളിയാണ്. അപ്പോൾ ആ വഴിയാണ് മലയാളമായിട്ട് പരിചയമുള്ളത്. അതിനുശേഷമാണ് അവരെന്ത് ചെയ്തത്, ചെമ്മീൻ എന്ന നോവലിനെ നമ്മുടെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പം 2024 അന്തരിച്ച വ്യക്തിയാണ് തക്കാക്കോ മുലൂർ എന്നാണ് പേര്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പോൾ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം കൂടിയാണ് തക്കാക്കോ മുലൂർ എന്നത്. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ഉസ്താദ് റാഷിദ് ഖാൻ. അപ്പം 2024 ജനുവരിയിൽ അന്തരിച്ചതാണ്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മേഖലയിലുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ പത്മഭൂഷൺ ജേതാവ് കൂടിയാണ് ആര്? നമ്മുടെ ഉസ്താദ് റാഷിദ് ഖാൻ. ഓക്കെ, ഇനി അടുത്തത് 2024 ജനുവരിയിൽ അന്തരിച്ച ഒരു വനിതയാണ്, കലാകാരിയാണ്. അത് കൊട്ടാരക്കര ഭദ്രയാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളി കലാകാരിയായിരുന്നു ആര്? കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്നത്. അപ്പോൾ 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് ആര്? കൊട്ടാരക്കര ഭദ്ര. അപ്പോൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളി കലാകാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായ വ്യക്തിയായിരുന്നു ടി എച്ച് മുസ്തഫ. അപ്പോൾ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ടി എച്ച് മുസ്തഫ എന്ന് പറയുന്നത്. ഇദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവും അതേപോലെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വകുപ്പായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നു ഇദ്ദേഹം അംഗമായിട്ടുണ്ടായിരുന്നത്. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി കൂടിയാണ് ആരെന്ന് പറഞ്ഞത്? കെ ബി ശ്രീദേവി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാഹിത്യകാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2024 അന്തരിച്ച മലയാള എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തിയാണ് വാസു ചെറോട്. 2024 ജനുവരിയിൽ അന്തരിച്ച മലയാള എഴുത്തുകാരനും അതേപോലെ തന്നെ പ്രഭാഷകനും കൂടിയാണ് ആരെന്ന് പറയുന്നത്? വാസു ചെറോട് എന്ന വ്യക്തി. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കെ ജെ ജോയി ആണ്. കെ ജെ ജോർജ് എന്നോർക്കല്ലേ, കെ ജെ ജോയി ആണ്. ഇദ്ദേഹം സംഗീത സംവിധായകനാണ്. ആര്? കെ ജെ ജോയി. 2024 ജനുവരിയിൽ ഇദ്ദേഹം അന്തരിച്ചു. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാള കവിയും നിരൂപകനുമായ വ്യക്തിയായിരുന്നു എൻ കെ ദേശം എന്ന വ്യക്തിയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാള കവിയും നിരൂപകനുമായ വ്യക്തിയാണ് എൻ കെ ദേശം എന്ന വ്യക്തി. ഇനി ഇദ്ദേഹത്തിന് ശരിയായ പേരാണ് എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ് എൻ കെ ദേശത്തിൻ്റെ മുഴുവൻ ശരിയായിട്ടുള്ള പേര്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ 2009 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ മുദ്ര എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. 2009 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്തിന് ലഭിച്ചു? എൻ കെ ദേശത്തിൻ്റെ മുദ്ര എന്ന കൃതിക്ക് ലഭിച്ചു. അപ്പോൾ ഇതിനകത്ത് 2 ചോദ്യം വരാം. ഒന്ന്, മുദ്ര എന്ന് പറയുന്ന കൃതി ആരാണ് രചിച്ചത് എന്ന് ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മുദ്ര എന്നത് ഏത് മേഖല അല്ലെങ്കിൽ കൃതി, കവിത അങ്ങനെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ചോദിക്കാം. ഇത് കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാണെന്ന് അറിയാവുന്നവർക്കും എന്ത് മനസ്സിലാവും? മുദ്ര ഒരു കവിതയാണെന്ന് മനസ്സിലാവും. അപ്പോൾ 2009 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എൻ കെ ദേശത്തിൻ്റെ മുദ്ര എന്ന കൃതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റായ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ പിനേറ എന്ന വ്യക്തിയാണ് 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റാണ് ആര്? സെബാസ്റ്റ്യൻ പിനേറ എന്ന വ്യക്തി. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച നമ്മുടെ മലയാളി ഒരു പ്രശസ്ത ചിത്രകാരനാണ് ആര്? എ രാമചന്ദ്രൻ എന്ന വ്യക്തി. എ രാമചന്ദ്രൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
2003 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് എ രാമചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ എ രാമചന്ദ്രൻ ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ഇനി 2005 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ഇദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 2005 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. അതിന് 2 വർഷം മുന്നേ 2003 രാജാ രവിവർമ്മ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ദത്താജി റാവു ഗേക്വാദ് ആണ്. ദത്താജി റാവു ഗേക്വാദ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കായികമാണ്. കായികത്തിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ദത്താജി റാവു ഗേക്വാദ് എന്ന വ്യക്തി. ദത്താജി റാവു അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. ദത്താജി റാവു ഗേക്വാദ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനാണ് ഈശ്വർ ചന്ദർ വർമ്മ. ഈശ്വർ ചന്ദർ വർമ്മ 2024 ഫെബ്രുവരിയിലാണ് അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 2023 പത്മശ്രീ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത് ഈശ്വർ ചന്ദർ വർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പത്മശ്രീ എന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 2023 ഓർത്തിരിക്കുക. റീസെൻ്റ്ലി നടന്ന കാര്യമാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈശ്വർ ചന്ദർ വർമ്മയാണ്. ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനാണെന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോയിന്റ്. 2023 പത്മശ്രീ പുരസ്കാര ജേതാവാണ് ഇദ്ദേഹം എന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തത് 2024 മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും അതേപോലെ തന്നെ 2002 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജേതാവും കൂടിയായ വ്യക്തിയാണ് ഡാനിയൽ കാനിമാൻ. ഡാനിയൽ കാനിമാൻ ഇദ്ദേഹം 2024 മാർച്ചിൽ അന്തരിച്ചു. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ്? ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനായിരുന്നു അത് ഒന്ന്. അതേപോലെ തന്നെ 2002 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയാണ് ആര്? ഡാനിയൽ കാനിമാൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നത് ഡാനിയൽ കാനിമാൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേരും കൂടി പഠിച്ചേക്കുക. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നത് ഡാനിയൽ കാനിമാൻ്റെ പുസ്തകമാണ്. 2002 നൊബേൽ സമ്മാന ജേതാവാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്. അതേപോലെ തന്നെ ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇനി 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും അതേപോലെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കൂടിയായിരുന്ന വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ. ഫാലി എസ് നരിമാൻ. നമ്മളിങ്ങനെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട് നരിമാൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫാലി എസ് നരിമാൻ എന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒന്ന് ഭരണഘടനാ വിദഗ്ധനാണ്. 2 ഇദ്ദേഹം നമ്മുടെ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഒന്നാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കുറച്ച് പുസ്തകം കൂടിയുണ്ട്. അതാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ആത്മകഥ ഏതാണ്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നതാണ് ആത്മകഥ. ഇനി പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട് എന്നതും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഇനി 1991 പത്മഭൂഷണും അതേപോലെ 2007 പത്മവിഭൂഷണം ലഭിച്ച വ്യക്തിയാണ് ആര്? ഫാലി എസ് നരിമാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമുക്കറിയാം ഭരണഘടനാ വിദഗ്ധനാണ്. അതേപോലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് ഇവിടുത്തെ സുപ്രീം കോടതിയിലെ. അപ്പം 1991 രാജ്യം ഇദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി. 2007 പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണ് ആര്? ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന പുസ്തകം. അതേപോലെ തന്നെ പ്രശസ്തമായ മറ്റ് പുസ്തകങ്ങളാണ് ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, അതേപോലെ തന്നെ ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്, അതേപോലെ തന്നെ ഉള്ളൊരു പുസ്തകമാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത റേഡിയോ അവതാരകനായിരുന്നു അമീൻ സയാനി.
അമീൻ സയാനി എന്ന വ്യക്തി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത റേഡിയോ അവതാരകനാണ്. ഇനി റേഡിയോ സിലോണിൽ അവതരിപ്പിച്ച ബിനാഗ ഗീത് മാല എന്ന പരിപാടിയാണ് അമീർ സയാനി എന്ത് ചെയ്ത് പ്രശസ്തനാക്കിയത്. 2009 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2009. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ് ആന്ദ്രേ ബ്രമേ എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഏത് രാജ്യത്തിൻ്റെ? ജർമ്മൻ ഫുട്ബോളിൻ്റെ ഇതിഹാസ താരമായിരുന്നു ആരെന്ന് പറയുന്നത്? ആന്ദ്രേ ബ്രമേ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പത്മശ്രീ, പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ വർഷങ്ങളെല്ലാം ഓർത്ത് വെച്ചിരിക്കുക, കിട്ടിയ അവാർഡും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ് മനോഹർ ജോഷി. മഹാരാഷ്ട്രയുടെ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് വേണേ ചോദിക്കാം. അടുത്തിടെ അന്തരിച്ച മനോഹർ ജോഷി ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ്. ഇനി 1995 മുതൽ 1999 വരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ മനോഹർ ജോഷി എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവസേനയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ നേതാവാണ് ആര്? മനോഹർ ജോഷി. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ? ശിവസേനയിൽ നിന്നും ആദ്യമായി മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് മനോഹർ ജോഷി എന്ന് പറയുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. കാലഘട്ടം 95 മുതൽ 99 വരെയാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നത്. ഓക്കെ. ഇനി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2002-2004 കാലഘട്ടത്തിൽ ലോക്സഭാ സ്പീക്കറായിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 95 മുതൽ 99 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു. 2002 മുതൽ 2004 വരെ ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് വാഴേങ്കട വിജയൻ എന്ന വ്യക്തി ഏതാണ്? കഥകളി ആചാര്യനാണ്. കൊട്ടാരക്കര ഭദ്ര ആരായിരുന്നു? കഥകളി കലാകാരിയാണ് ആര്? കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്നത് കഥകളി ആചാര്യനായിരുന്നു ആര്? വാഴേങ്കട വിജയൻ എന്ന വ്യക്തി. ഓർത്തിരിക്കുക, കലാകാരന്മാരൊക്കെ മെയിനായിട്ട് ചോദിക്കാറുണ്ട്. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സമാന്തര സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രമുഖ സംവിധായകനായ വ്യക്തിയാണ് കുമാർ സാഹ്നി എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്താണ്? സമാന്തര സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രമുഖ സംവിധായകനാണ് ആര്? കുമാർ സാഹ്നി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് മായാദർപ്പൺ ആണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്. 1972 ഒരുക്കിയ മായാദർപ്പൺ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? മായാദർപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ 1972 ഈ ഒരു ചിത്രം ഒരുക്കിയത്. ഇതെന്ത് ചെയ്തു? ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ്. മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തരംഗ്, പിന്നൊന്ന് ഖയാൽ ഗാഥ കസ്ബ എന്ന് പറയുന്നതും കുമാർ സാഹ്നിയുടെ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. അപ്പോൾ ഏത് ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മായാദർപ്പൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 2024 ഫെബ്രുവരിയിൽ തന്നെ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. ഗസൽ ഗായകരൊക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഇൻസ്ട്രുമെൻസിൽ ഇതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതും ചോദിക്കാറുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ. അപ്പോൾ ഗസൽ ഗായകനാണ് ആരെന്ന് പറയുന്നത്? പങ്കജ് ഉദാസ് എന്ന് പറയുന്നത്. അഹഡ് എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗസൽ ആൽബം. ആരുടെ? പങ്കജ് ഉദാസിൻ്റെ. എന്നും ഈ സ്വരം എന്ന മലയാള ആൽബത്തിൽ അനൂപ് ജലോട്ടയ്ക്കൊപ്പം പാടിയിട്ടുണ്ട്. ആരാ? അപ്പം മലയാളത്തിൽ ഇദ്ദേഹം പാടിയത് ഏതാണ്? എന്നും ഈ സ്വരം എന്ന ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ആലപിച്ച പ്രശസ്ത ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിട്ടി ആയി ഹേ എന്നുള്ളത് അദ്ദേഹം ആലപിച്ച പ്രശസ്തമായ ഗാനമാണ്. ചാന്ദിനി ജയ്സി രംഗ്, ചുപ്കെ ചുപ്കെ, യുൻ മേരെ ഖാത്ക, ഇത്രയും ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗാനങ്ങളാണ്. അത് ചോദിക്കത്തില്ല. ഈ മലയാളവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഹഡ് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മ്യൂസിക് ആൽബമാണ്. ഇനി എന്നും ഈ സ്വരം എന്നത് മലയാളത്തിൽ അദ്ദേഹം പാടിയ ഒരു ആൽബമാണ്. അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2006 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി?
പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2006 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച കലാകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പങ്കജ് ഉദാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മലയാളത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ് KG ജോർജ് എന്ന വ്യക്തി. KG ജോർജ്. അപ്പോൾ ഇദ്ദേഹം അന്തരിച്ച ദിവസം 24 സെപ്റ്റംബർ 2023 KG ജോർജ് അന്തരിച്ചത്. സ്വപ്നാടനം എന്ന ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ പുരസ്കാരം നേടിയ ഡയറക്ടറാണ് ആര്? KG ജോർജ് എന്ന് പറയുന്നത്. ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ ഉൾപ്പെടാത്ത ഏത് ചിത്രമാണെന്നുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം സ്വപ്നാടനം എന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. ഇതിന് ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങളാണ് ഉൾക്കടൽ, മേള, കോലങ്ങൾ, യവനിക ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് മോക്ക് ടെസ്റ്റിൽ. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടി, ആദമിൻ്റെ വാരിയല്, ഇരകൾ, ഈ കണ്ണികൂടി, ഒരു യാത്രയുടെ അന്ത്യം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ് ഇളവങ്കോട് ദേശം എന്ന ചിത്രം. ഇളവങ്കോട് ദേശം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ പേര് നോക്കി വെച്ചിരിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ ചിത്രം സ്വപ്നാടനമാണ്. ഇതിന് തന്നെ ഇദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ചിത്രങ്ങളുടെ പേര് കൂടി നോക്കി വെച്ചിരിക്കുക. അവസാന ചിത്രമാണ് ഇളവൻകോട് ദേശം എന്ന ചിത്രം. ഇനി സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരമായ ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ഇദ്ദേഹത്തിന് 2015 ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. ഈ പുരസ്കാരത്തിൻ്റെ 2015 വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ അത് KG ജോർജ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി 2024 മാർച്ചിൽ അന്തരിച്ച മലയാളി കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിയാണ് TN പ്രകാശ്. TN പ്രകാശ് എന്ന വ്യക്തി. ഇദ്ദേഹത്തിന് പ്രശസ്തമായ കൃതികളാണ് വളപട്ടണം പാലം, ദശാവതാരം, ഇന്ത്യയുടെ ഭൂപടം, സ്നേഹദൃശ്യങ്ങൾ, സൗന്ദര്യലഹരി, കൈകേയി, തണൽ, വിധവകളുടെ വീട്, കിളിപ്പേച്ച് കേക്കവ, ചന്ദന, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ, തൊട്ടാൽ പൊള്ളുന്ന സത്യങ്ങൾ. ഈ കൃതികളുടെ എല്ലാം പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൃതികളൊക്കെ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആരെഴുതിയതാണ്? TN പ്രകാശിൻ്റെ പുസ്തകം. കൃതികളാണ് ഏതെല്ലാം? ഈ പറഞ്ഞ ഇത്രയും കൃതികളെന്ന് ഓർത്തിരിക്കുക. 2005 താപം എന്ന ചെറുകഥാ സമാഹാരത്തിന് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2005 ലഭിച്ചത്. ഏതാണ് ചെറുകഥാ സമാഹാരം എന്ന് ചോദിച്ചാൽ താപം. താപം എന്ന ചെറുകഥാ സമാഹാരം ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? നമ്മുടെ TN പ്രകാശിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചെറുകഥയാണ്. ഇതേത് കാറ്റഗറിയാണ്? ചെറുകഥയാണെന്ന് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച K ശിവശങ്കരൻ നായർ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു. ചരിത്രകാരനാണ് ആര്? K ശിവശങ്കരൻ നായർ എന്ന വ്യക്തി. വേണാടിൻ്റെ ചരിത്രകാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. വേണാടിൻ്റെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന K ശിവശങ്കരൻ നായരുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? വേണാടിൻ്റെ പരിണാമം, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ മൺട്രോ വരെ. ഈ രണ്ടും കൃതികളും രചിച്ചത് ആരാണ്? നമ്മുടെ K ശിവശങ്കരൻ നായരാണ് രചിച്ചത്. ഇദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആളായിരിക്കും. ആ കൃതിയുടെ പേര് കേൾക്കുമ്പോഴും നമുക്ക് ഏകദേശം മനസ്സിലാവും. വേണാടിൻ്റെ പരിണാമം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചല്ലേ അത് പറയുന്നത്. ചരിത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് മാർത്താണ്ഡവർമ്മ മുതൽ മൺട്രോ വരെ. അതും ചരിത്രത്തെ പ്രതിപാദിക്കുന്നതാണെന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രകാരനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് 2023 സെപ്റ്റംബറിൽ മരണപ്പെട്ട കോട്ടയ്ക്കൽ ഗോപി നായർ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ കഥകളി മേഖലയിലാണ് പ്രശസ്തൻ കേട്ടോ. ഏത് രംഗത്താണെന്ന് ചോദിച്ചാൽ കഥകളി രംഗത്താണ്. പേര് നോക്കിക്കൊള്ളുക, കോട്ടയ്ക്കൽ ഗോപി നായർ. കോട്ടയ്ക്കൽ ഗോപി നായർ എന്ന വ്യക്തി കഥകളിയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ഓർത്തിരിക്കുക. ഇനി കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്ത്രൈണമാണ്. പുള്ളിയുടെ അല്ല കേട്ടോ, ഇത് വേറെ. കോട്ടയ്ക്കൽ ശിവരാമൻ എന്ന് പറയുന്ന ആളാണ് ഏത്? സ്ത്രൈണം എന്ന ആത്മകഥ രചിച്ചത്. അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടത്, ഈ കോട്ടയ്ക്കൽ ശിവരാമൻ മരണപ്പെട്ടത് 2010 പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയായ സ്ത്രൈണം എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ചത് 2023 സെപ്റ്റംബറിലാണ്. അതുകൊണ്ടാണ് ആ പോയിന്റ് റെലവൻ്റ് ആകുന്നത്. അപ്പോൾ കോട്ടയ്ക്കൽ ഗോപി നായർ എന്ന് പറയുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി വേറൊരു കലാകാരനായ കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് ഏത്? സ്ത്രൈണം എന്ന ആത്മകഥ.
ഇതിന് 2010 അദ്ദേഹം അന്തരിച്ചു പോയെങ്കിലും 2023 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ സ്ത്രൈണം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ സ്ത്രൈണം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയ്ക്കൽ ശിവരാമനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ലോകപ്രശസ്ത സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലായ ഗ്ലോക്കിൻ്റെ സൃഷ്ടാവായ ഓസ്ട്രിയൻ എഞ്ചിനീയർ ഗാസ്റ്റൻ ഗ്ലോക്ക് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്താണ്? സെമി ഓട്ടോമാറ്റിക് ആയ പിസ്റ്റളുകളാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അതിൻ്റെ സൃഷ്ടാവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഗാസ്റ്റൻ ഗ്ലോക്ക് എന്ന് പറയുന്ന വ്യക്തി. സെമി ഓട്ടോമാറ്റിക് ആയ പിസ്റ്റൾ, അങ്ങനെ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ പിസ്റ്റലാണ് ഗ്ലോക്ക് 17 എന്ന പിസ്റ്റൽ. ഗ്ലോക്ക് 17 എന്ന പിസ്റ്റൽ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പിസ്റ്റലുകളുടെ സൃഷ്ടാവാണ് നമ്മുടെ ഗാസ്റ്റൻ ഗ്ലോക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ആദ്യം രൂപകൽപ്പന ചെയ്ത പിസ്റ്റളിൻ്റെ പേരാണ് ഗ്ലോക്ക് 17 എന്ന പിസ്റ്റള്. ഇനി 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ഡെറക് അണ്ടർവുഡ് ആണ്. ഡെറക് അണ്ടർവുഡ് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ക്രിക്കറ്റ് താരമാണ്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരമാണ് ആര്? ഡെറക് അണ്ടർവുഡ് എന്ന വ്യക്തി. ഹിഗ്സ് ബോസോൺ, ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തിയാണ് പീറ്റർ ഹിഗ്സ്. ഇദ്ദേഹം അന്തരിച്ചു. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഹിഗ്സ് ബോസോൺ, ദൈവഗണം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റ് നോക്കി വെച്ചിരിക്കുക. ഇനി 2024 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്ര ടെലിവിഷൻ താരമാണ് ആരെന്ന് പറയുന്നത് ലൂയിസ് ഗോസൈറ്റ് ജൂനിയർ. ലൂയിസ് ഗോസൈറ്റ് ജൂനിയർ എന്ന വ്യക്തി എന്താണ്, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി സഹനടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയ താരമാണ് ആര്? ലൂയിസ് ഗോസൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. സഹനടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ലൂയിസ് ഗോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആൻ ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ആൻ ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ലൂയിസ് ഗോസൈറ്റ് ജൂനിയർ എന്ന് പറയുന്നത് ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സഹനടനുള്ള അവാർഡ്, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഈ പറയുന്ന ലൂയിസ് ഗോസൈറ്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2023-24 കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഏറ്റവും പ്രശസ്തരായ ആൾക്കാർ മരിച്ച ഡേറ്റ് കൃത്യമായിട്ട് ദിവസത്തോടു കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.